നമസ്തേ. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ഇന്ന് ജോബി സാർ നമ്മളോട് സംസാരിക്കുന്നത്. ആദ്യം എത്രയും സ്നേഹത്തോടെ ജോബി സാറിനെ ഈ ഒരു സെഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. മലയാളികൾ ഒരുപക്ഷെ കുറച്ച് ഒരു അവയർനെസ് ആയിരിക്കുന്നു CUETയെ കുറിച്ചെന്ന് സാറിന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം എൻക്വയറികളും അവരുടെ ആ ഒരു കോഴ്സുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളുമൊക്കെ 2023 24 അവർ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇത്രയധികം സാധ്യതകൾ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിലൂടെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ്. എങ്കിലും നമുക്ക് അവർക്ക് യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും അതിൻ്റെ കോഴ്സുകളെക്കുറിച്ചും കൂടെ അല്പം കൂടി കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് സാറിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏറ്റവും ആദ്യമായിട്ട് +2 ശേഷമുള്ള ഒരു നല്ല സാധ്യത തന്നെയല്ലേ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം? തീർച്ചയായിട്ടും. കാരണം നമ്മൾ സാധാരണ മലയാളി മെഡിസിൻ, എഞ്ചിനീയറിംഗ് തീർച്ചയായിട്ടും രണ്ട് ഫോക്കസിലാണ് അവർ പോകുന്നത്, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും അപ്പോൾ അതിൽ നിന്നൊരു ഡൈവേഷൻ എന്ന് വേണേൽ നമുക്ക് പറയാം. കാരണം കുട്ടികൾക്ക് എത്രമാത്രം എക്സ്പോഷർ കിട്ടുന്നു അതനുസരിച്ച് അവരുടെ കരിയറിലുണ്ടാകുന്ന ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് ഒക്കെ അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം തന്നെയാണ് തീർച്ചയായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം നേരത്തെ ഉണ്ടായിരുന്നതാണ്, മിക്കവാറും ഒക്കെ ഉള്ളത്. അവർ ഇൻഡിവിജ്വലായിട്ടായിരുന്നു അഡ്മിഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു കുടക്കീഴിലായി. അത് നമ്മളെ സംബന്ധിച്ച് വളരെ സൗകര്യമായി. തീർച്ചയായിട്ടും ഒരൊറ്റ ആപ്ലിക്കേഷന് ഒരു പരീക്ഷ, പിന്നെ നമുക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് താല്പര്യമുള്ളത് മാത്രം മതി, അല്ലാത്ത ഒഴിവാക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നല്ലൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് തന്നെയാലും സെക്കൻഡ് ഇയറിലെ ടോപ്പിക്കേ ഉള്ളൂ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഷം പ്രിപ്പയർ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഒരു ബേഡനായിട്ട് തോന്നുകയല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെയും ഒക്കെ സാധ്യതകൾക്കനുസരിച്ചായിരിക്കാം നാം നമ്മുടെ +1 +2 കരിയർ തീരുമാനിച്ചതും. +1 +2 ഏത് സിലബസ് പഠിക്കണം, ഏത് സബ്ജക്റ്റ് പഠിക്കണം എന്നൊക്കെ ഉള്ളത് മെഡിക്കലും എഞ്ചിനീയറിങ്ങും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തായിരിക്കാം എല്ലാവരും തീരുമാനിച്ചിരുന്നത്, ഭൂരിഭാഗം പേരും. ആ സബ്ജക്റ്റുകളിൽ തന്നെ നിന്നുകൊണ്ടുള്ള സാധ്യതകളാണ് CUET ഇത്രയും അട്രാക്ഷൻ ആക്കുന്നത്. കാരണം ഇനി വേറൊരു സബ്ജക്റ്റ് പഠിക്കേണ്ടതായിട്ടില്ല. അവരവർ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇനി ജനറൽ ടെസ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെയും ഓരോ കുട്ടികൾക്കും ഏതൊക്കെ പ്രോഗ്രാമുകൾക്ക് താല്പര്യമുണ്ടോ അതിലോട്ട് പോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് CUETയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കുട്ടി CUETയെ സമീപിക്കുമ്പോൾ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ധാരാളം പ്രോഗ്രാമുകൾ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ പറ്റും? ആദ്യം പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സാണോ അതോ ഒരു യൂണിവേഴ്സിറ്റി ആണോ ആ കുട്ടി തിരഞ്ഞെടുക്കേണ്ടത്? തീർച്ചയായിട്ടും പഠിക്കാൻ താല്പര്യമുള്ള സബ്ജക്റ്റ് തന്നെയാണ്. ഏത് സബ്ജക്റ്റിലാണ് ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നത് അത് തന്നെ വേണം ആദ്യം സെലക്ട് ചെയ്യാൻ. കാരണം +1 +2 പഠിച്ചതിന് അപ്പുറത്ത് ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു പാഷൻ കൃത്യമായിട്ട് വേണമല്ലോ. കാരണം നമ്മളങ്ങോട്ട് ചുരുങ്ങുകയാണ് സബ്ജക്റ്റിലേക്ക്. ഇപ്പോൾ സയൻസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പഠിച്ച കുട്ടികളാണ് മഹാഭൂരിപക്ഷം. അപ്പോൾ അതിനകത്തുനിന്ന് കെമിസ്ട്രിയാണ് പഠിക്കുന്നതെങ്കിൽ അപ്പം കെമിസ്ട്രി എന്നുള്ള ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ. അങ്ങനെ വേണം താനും, എങ്കിലും നമുക്ക് മുന്നോട്ടത് ഹയർ സ്റ്റഡീസിനൊക്കെ ഉപകരിക്കുള്ളൂ. അപ്പോൾ ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ സബ്ജക്റ്റുള്ള യൂണിവേഴ്സിറ്റീസ് അത് പ്രിയോറിറ്റി ഓർഡറിൽ നമ്മൾ തയ്യാറാകുക. ഇനി എന്തെങ്കിലും കാരണവശാലും നമ്മൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ യൂണിവേഴ്സിറ്റിക്കും പ്രാധാന്യം കൊടുക്കണം. തീർച്ചയായിട്ടും നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു സബ്ജക്റ്റ് നമുക്ക് കിട്ടാനുള്ള ഒരു സ്കോറിലേക്ക് നമ്മൾ എത്തുന്നില്ല എങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ആൾട്ടർനേറ്റീവ് അവിടെ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഒന്നുകിൽ ആ യൂണിവേഴ്സിറ്റിയിൽ ഇതല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു സബ്ജക്റ്റ് നമുക്ക് താല്പര്യമാണെങ്കിൽ അത് നമ്മൾ ആ സബ്ജക്റ്റൂടെ നമുക്ക് കിട്ടുമെങ്കിൽ അതോടെ എടുക്കണം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ സബ്ജക്റ്റ് കോമ്പിനേഷൻ, നമ്മുടെ ഡൊമൈൻ സബ്ജക്റ്റുകൾ കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഈ ആദ്യം പറഞ്ഞ സബ്ജക്റ്റ് കിട്ടുമെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റി രണ്ടാമതായിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ പറഞ്ഞ കോഴ്സുകൾ ഇപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ 2, 3, 4 കോഴ്സുകളൊക്കെ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇനി ചില കുട്ടികൾ ലാംഗ്വേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊരു സ്ട്രീം, ഇപ്പോൾ സയൻസ് വന്നൊരു സ്ട്രീം ക്രോസ് ചെയ്ത് BCOMലേക്കോ, ഇതൊന്നും മോശപ്പെട്ട കാര്യങ്ങളല്ല, ഇക്കണോമിക്സിലേക്കോ BBAയിലേക്കോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. BTech പലയിടത്തും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഡൊമൈൻ സബ്ജക്റ്റുകൾ അപ്പോൾ അങ്ങനെ നമ്മൾ സ്ട്രീം ക്രോസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർ പ്രധാനമായിട്ടും ജനറൽ ടെസ്റ്റ് ശ്രദ്ധിക്കണം. കാരണം നല്ല യൂണിവേഴ്സിറ്റികളെല്ലാം ജനറൽ ടെസ്റ്റാണ്
ഫോക്കസ് ചെയ്യുന്നു. ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ഉണ്ടാവും. ജനറൽ ടെസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അത് സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ജനറൽ ടെസ്റ്റിൽ 5 ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 5ൽ 4 ഔട്ട് ഓഫ് 5 4 ഏരിയയും മാത്സ് റിലേഷൻ ഉള്ളതാണ്, ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. 8ാം ക്ലാസ് 10ാം ക്ലാസ് വരെയുള്ള മാത്സ് റിലേഷൻ ഉള്ളതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അവർ ഈ സയൻസുകാരെ സംബന്ധിച്ച് അവർ +1 +2 മാത്സ് പഠിച്ചാണ്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് മാത്രമേ അതിൽ നിന്ന് ആ ഒരു റിലേഷൻ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 5ൽ 4 മാത്സ് റിലേഷനുള്ള ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനറൽ ടെസ്റ്റ് ആണെങ്കിൽ പോലും കുട്ടികൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NSUT നേതാജി സുഭാഷ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ജംഷഡ്പൂർ, അവർ BSc നഴ്സിംഗ്, BCA, BBA ഇങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാം, BSc എല്ലാം. അപ്പോൾ BSc നഴ്സിംഗ്, അഗ്രികൾച്ചർ ഉണ്ട്, BSc. അപ്പോൾ ഇതിനെല്ലാം അവർ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ്. പക്ഷേ സയൻസ് പഠിച്ചിരിക്കണം +2-ൽ. അപ്പോൾ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ജനറൽ ടെസ്റ്റിൽ കാര്യമായിട്ട് മാത്തമാറ്റിക്സിൻ്റെ ഒരു കണ്ടൻറ്റൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അവനവൻ പഠിച്ച സബ്ജക്റ്റുകളും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും കൂടി എങ്കിലും കൊടുക്കുന്നതായിരിക്കും ഒരു സേഫായിട്ടുള്ള. CUET-ൽ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്ലാൻ B ആയിട്ട് സെറ്റ് ചെയ്തവരും ഉണ്ടാകാം. അങ്ങനെയുള്ളവരൊക്കെ CUET ഒരു അഡ്മിഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യത്തിൽ യൂണിവേഴ്സിറ്റി സെലക്ഷനേക്കാൾ. കാരണം യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് പിന്നീട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ അതിനൊരു സാധ്യത ഉണ്ടല്ലോ. പക്ഷേ നമുക്ക് പരീക്ഷ എഴുതാൻ പിന്നീട് അവസരമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യമാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണെങ്കിൽ, ഒന്ന് 10ാം ക്ലാസ്സിൻ്റെ പഠനത്തിൽ ഒരുപക്ഷെ ഏറ്റവും നല്ലൊരു മാർക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം നമുക്ക് സയൻസ് സ്ട്രീമിലോട്ടൊക്കെ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയിലോട്ടൊക്കെ നമുക്ക് +1 +2 അതിപ്പോൾ ഒരുപക്ഷെ കുട്ടിയുടെ അഭിരുചിയൊന്നും അത്ര ചിലപ്പം അവിടെ കണക്കാക്കണമെന്നില്ല. പക്ഷേ നമ്മൾ +1 +2-ൽ നമ്മൾ ഈ സബ്ജക്റ്റ് നന്നായിട്ട് പഠിച്ചു. ഇനി ഈ സബ്ജക്റ്റിലാണോ ഞാൻ ഡിഗ്രി പഠിക്കേണ്ടത്, ഇതിലാണോ എൻ്റെ കരിയർ, ഏതാണ് എനിക്കിഷ്ടം എന്നുള്ളതൊന്ന് തിരിച്ചറിയേണ്ട സമയമാണ് നമുക്കിപ്പോൾ. അപ്പം അവനോനിഷ്ടമുള്ള സബ്ജക്റ്റിൽ ആണ് ഡിഗ്രി ചെയ്യേണ്ടതെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ എല്ലാ സാധ്യതകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റും കൂടെ നമ്മുടെ ഈ കോമ്പിനേഷൻ ഉൾപ്പെടുത്തണം. എന്നിട്ട് ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റ്, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇത്രയും ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭൂരിഭാഗം സീറ്റുകളും ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളിലെ എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നവരാണെങ്കിലും ജൂൺ 30-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ഇൻഡിവിജ്വലായിട്ട് നമുക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ പരീക്ഷ എഴുതേണ്ടത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ തന്നെ നമുക്ക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സബ്ജക്റ്റുകളിൽ ഈ 6 സബ്ജക്റ്റാണ് നമുക്കൊരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്നത്. ലാംഗ്വേജ് ഇംഗ്ലീഷ് എടുക്കാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പഠിച്ചവർക്ക് അതെടുക്കാം. ഒപ്പം ജനറൽ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ ഏറ്റവും അധികം കുട്ടികൾ നമ്മളോട് എൻക്വയറി നടത്തുന്നത്, ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുമ്പം എനിക്കൊരു ടോപ്പ് യൂണിവേഴ്സിറ്റികളൊന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് നമുക്കൊന്ന് ബ്രീഫായിട്ട് ഒരു അവയർനെസ് കൊടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്കത് ഒരു റാങ്കിങ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് ചെയ്യാം. കാരണം കുട്ടികൾ അതായിരിക്കും ആഗ്രഹിക്കുന്നത്. എപ്പോഴും ചോദ്യം തന്നെയാണ്. അപ്പോൾ ഒരു NIRF ആണ് നമുക്കതിനൊരു ബേസ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ മുൻ വർഷങ്ങളിലൊക്കെ പഠിച്ച കുട്ടികൾ അവരുടെ റെസ്പോൺസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഏകദേശം നമുക്കത് പറയാം. അപ്പോൾ അതിനകത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി നമ്മളെപ്പോഴും പറയുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ ആദ്യം പറയാൻ കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷനുള്ള ടൈം ആണിപ്പോൾ. യൂണിവേഴ്സിറ്റിയിലും കൂടെ രജിസ്റ്റർ ചെയ്യേണ്ട സമയം. അപ്പോൾ അതൊന്നും ഓർക്കുന്നല്ല. ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി ഇപ്പോൾ CUET ചെയ്യുന്ന കൂടെ വേണമെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് രജിസ്ട്രേഷൻ മാത്രം ചെയ്തു വെക്കാം. നമ്മൾ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ഒന്നാമത് പറയാവുന്നത് JNU ആണ്. പക്ഷേ JNU നമ്മളെ സംബന്ധിച്ച് പല കുട്ടികളും സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ കാരണം പ്രോഗ്രാമുകൾ ഫോറിൻ ലാംഗ്വേജസ് മാത്രമേ ഉള്ളൂ. നമുക്ക് CUET വഴി കിട്ടും. CUET വരുന്നത് ഈ UG പ്രോഗ്രാം ഫോറിൻ ലാംഗ്വേജസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ബഹുഭൂരിപക്ഷം കുട്ടികളും ആഗ്രഹിക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒരു റാങ്കിങ്ങിൽ ഒന്നാമത് JNU തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് രണ്ടാമത് പറയാവുന്നത് ജാമിയ മില്ലിയാണ്. ജാമിയ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. ജാമിയയിലെ കുറേ പ്രോഗ്രാംസ് CUET-ൽ വരുന്നുണ്ട്.
കുറേ BA പ്രോഗ്രാംസ് ഉണ്ട്, BSc പ്രോഗ്രാമുണ്ട്. BSc പ്രോഗ്രാമിൻ്റെ പ്രത്യേകത ഇപ്പോൾ BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ ആ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ സ്കോർ മാത്രമാണ് എടുക്കുന്നത്. ശരി ശരി ശരി. അവിടെ കോമ്പിനേഷൻ്റെ സ്കോർ. അപ്പോൾ അതുകൊണ്ട് ആ സബ്ജക്റ്റ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ജാമ്യയിൽ അഡ്മിഷനുള്ള സാധ്യത, ഇംഗ്ലീഷ് എഴുതണം, ജാമ്യയിൽ അഡ്മിഷനുള്ള സാധ്യതയുണ്ട്. അതേസമയം BA പ്രോഗ്രാം ആണെങ്കിൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും മാത്രം മതി. കാരണം സയൻസുകാർ കൂടെ എത്താനുള്ള ഒരു അവസരമാണ് ഇതെല്ലാം കൊടുക്കുന്നത്, ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും. അപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ നല്ല JMI നല്ല യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഈ 3 സബ്ജക്റ്റുകളല്ലേ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാത്തിലും പ്രാവീണ്യം നേടണം എന്നില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട് താനും, അതിൽ നമ്മൾ ഏറ്റവും നല്ല ടോപ്പാണെങ്കിൽ ജാമിയ വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അല്ലേ? നല്ല ഓപ്ഷനാണ് തീർച്ചയായിട്ടും. പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ് AMU. AMUയിലും CUETയിൽ വരുന്ന പ്രോഗ്രാമിൻ്റെ എണ്ണം വളരെ കുറവാണ്. 1-2 BA ഫിലോസഫി പോലെ, BSc സ്റ്റാറ്റി പോലെയുള്ള 2-3 പ്രോഗ്രാംസേ ഉള്ളൂ. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാന്നുള്ളത്. പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം സീറ്റുള്ള നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ച DU വരുന്നത്, ഡൽഹി യൂണിവേഴ്സിറ്റി വരുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ സയൻസ് പഠിക്കുന്നതിൻ്റെ കുട്ടിയെ സംബന്ധിച്ച് 3 ഡൊമൈൻ സബ്ജക്റ്റ് ആവശ്യമായിട്ട് വരും. 3 ഡൊമൈൻ സബ്ജക്റ്റ്. അതിന് സ്ട്രീം ക്രോസ് ചെയ്യുകയാണെങ്കിൽ അന്നേരവും ഈ 3 ഡൊമൈൻ സബ്ജക്റ്റ് വേണ്ടി വരും. അപ്പോൾ അവർ ഡൽഹി യൂണിവേഴ്സിറ്റി ആഗ്രഹിക്കുന്നവർ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി ഏതൊക്കെ സബ്ജക്റ്റുകൾ എഴുതിയാൽ ഞാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം എനിക്ക് കിട്ടും എന്ന് കൺഫേം ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ഡൊമൈൻ സെലക്ട് ചെയ്യാൻ. ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ, +2 പഠിച്ച സബ്ജക്റ്റുകൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും. അല്ലാതെ നമ്മൾ എഴുതിയിട്ട് ഡിസ്ക്വാളിഫൈ ആവും, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ആ കൂടെ ഇംഗ്ലീഷ് എഴുതാം, ജനറൽ ടെസ്റ്റ് എഴുതുകയും ചെയ്യാം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ പറയേണ്ട എല്ലാ UG പ്രോഗ്രാംസും തീർച്ചയായിട്ടും മിക്കവാറും നമ്മൾ ഇന്ന് അറിയുന്ന BA BSc ഓണേഴ്സ് പ്രോഗ്രാമുകളെല്ലാം അങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് കൂടുതൽ. പിന്നെ BBA BCom അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമുകളും ഉണ്ട്. മാനേജ്മെൻറ്റ് സ്റ്റഡീസ് BMS ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പിന്നെ ലാംഗ്വേജസിൻ്റെ പ്രോഗ്രാം, ഫൈൻ ആർട്സിൻ്റെ പ്രോഗ്രാം എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റി നല്ലൊരു റാങ്കിങ്, നാലാമതായിട്ട് തന്നെ മൊത്തം റാങ്കിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ 4ാമതായിട്ട് വെക്കാം. പക്ഷേ നമുക്ക് CUET വരുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് സീറ്റിൻ്റെ എണ്ണമുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോളേജസിലേക്കാണ് അഡ്മിഷൻ വരുന്നത്. അതിപ്പോൾ നമുക്ക് നമ്മുടെ സ്കോർ വന്നതിന് ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയുടേതായ ഒരു കൗൺസിലിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ കോളേജുകൾ സെലക്ട് ചെയ്യാനുണ്ട്. ആ സമയത്ത് കോളേജുകളെ നമ്മുടെ ഒരു പ്രിയോറിറ്റി ഓർഡറിൽ സെറ്റ് ചെയ്ത് നോർത്ത് ക്യാമ്പസിലും സൗത്ത് ക്യാമ്പസിലുള്ള കോളേജസ് ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്ത് ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക പറയാവുന്നതാണ്, നമുക്ക് സെറ്റ് ചെയ്ത് ചെയ്യാം. പിന്നെ നമുക്ക് പറയാവുന്ന ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്, അപ്പോൾ അത് MSc ഉണ്ട്, അതുപോലെ തന്നെ MA ഉണ്ട്. MSc പ്രോഗ്രാമുകൾക്ക് 4 ഡൊമൈൻ സബ്ജക്റ്റ് ചിലതിന് വേണ്ടി വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ MSc ഇൻ്റഗ്രേറ്റഡ് ബയോളജി പഠിക്കണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ദെൻ ഇംഗ്ലീഷ്. അപ്പോൾ 5 പേപ്പർ ആയി കഴിഞ്ഞു. 5 പേപ്പർ CUET വഴി 5 എണ്ണം എഴുതേണ്ടി വരും. ആ സമയം ആർട്സ് ഇപ്പം MA പ്രോഗ്രാം, MA എക്കണോമിക്സ് പോലുള്ള പ്രോഗ്രാം ആണെങ്കിൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടാവുന്നതാണ്. നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, വളരെ പഴയ യൂണിവേഴ്സിറ്റിയാണ്. വളരെ നോമിനലായിട്ടുള്ള ഫീ സ്ട്രക്ചർ മാത്രമേ അവിടെയുള്ളൂ. നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഉണ്ട്, നല്ല എക്സ്പോഷർ ഉണ്ട്. അതുകൊണ്ട് വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് നമുക്ക് പ്ലേസ് ചെയ്യാം. പക്ഷേ പ്രോഗ്രാമുകൾ ഇൻ്റഗ്രേറ്റഡ് 5 ഇയർ ഡിഗ്രി പ്രോഗ്രാംസ് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റി നമ്മൾ പറയുമ്പോൾ 3 ഇയർ പ്രോഗ്രാമുകളാണ്. ഹൈദരാബാദ് വരുമ്പോൾ അത് 5 ഇയർ പ്രോഗ്രാം, മാസ്റ്റേഴ്സ് ആണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മളവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണം ഇതിന് രണ്ടിനും കിട്ടുന്ന ആ ഒരു വാല്യൂ, അതായത് ഇപ്പോൾ നമുക്കൊരു വിദേശത്ത് ഒരു PG ചെയ്യാൻ പോകണം അല്ലെങ്കിൽ വിദേശത്തോട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി 3 ഇയർ ആയതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി ഇപ്പം നമ്മൾ ചില പ്രോഗ്രാമുകൾക്ക് 4 ഇയർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി അത് US-ലും കാനഡയിലും ഒക്കെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ചില യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ US-ലൊക്കെയുള്ള അല്ലെങ്കിൽ കാനഡയിലേക്കുള്ള ചില യൂണിവേഴ്സിറ്റീസ് ഈ 3 ഇയർ ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു മാർക്കിംഗ് റേറ്റിംഗും ഉണ്ട്, അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലെ രാജ്യങ്ങളിലാണെങ്കിൽ 3 ഇയർ മതിയാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല, പ്രശ്നം വരുന്നില്ല. ഹൈദരാബാദ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് സൗത്തിൽ തന്നെയുള്ള പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി നമുക്ക് പറയാം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഈ വർഷം ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇതുവരെ അവിടെ ഉണ്ടായിരുന്ന ഇൻ്റഗ്രേറ്റഡ് 5 ഇയർ പ്രോഗ്രാം ആയിരുന്നു, അത് മാറി 4 ഇയർ ഓണേഴ്സ് പ്രോഗ്രാമിലേക്ക് എത്തിയിരിക്കുകയാണ്. പുതിയ NEP 2020 ബേസ് ചെയ്തുകൊണ്ട്
4 ഇയർ ഓണേഴ്സ് BSc പ്രോഗ്രാമുകൾ, BA പ്രോഗ്രാമുകൾ. BSc പ്രോഗ്രാമുകൾക്ക് 3 സബ്ജക്റ്റുകൾ, ഡൊമൈൻ സബ്ജക്റ്റ് 3 വേണം. അതേസമയം BA പ്രോഗ്രാമിന് ജനറൽ ടെസ്റ്റ് മതിയാവും. അതെല്ലാം 4 വർഷത്തെ പ്രോഗ്രാമാണ്. അപ്പം ഒരു BSc ഓണേഴ്സ് റിസർച്ച് ആണ്. കാരണം അതിന് ശേഷം 1 ഇയർ PG ചെയ്യാം. ഒരു ഇയർ കൊണ്ട് വേണമെങ്കിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കാവുന്ന പ്രോഗ്രാമാണ് ഈ 4 ഇയർ. ഇത് നമ്മുടെ കേരളത്തിലേക്കും വരികയാണ് ഈ വർഷം. അപ്പോൾ അത് 4 ഇയർ പ്രോഗ്രാം. പിന്നെ അവിടെ പ്രത്യേകത ഈ വർഷം പോലെ BTech ആരംഭിക്കുകയാണ്. BTechഉം അതുപോലെ തന്നെ BBA MBA, BTech MBA. BTech MBA CSBS വരികയാണ്. അപ്പം BTech MBA വരുന്നു, അതുപോലെ തന്നെ BTechഉം വരും. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല സാധ്യതകളുണ്ട്. അതിന് മാത്സ് പഠിച്ചവരായിരിക്കണമെന്നുള്ളൂ. അപ്പം പരീക്ഷ എഴുതേണ്ടതും മാത്സ് എഴുതണം. മാത്സിൻ്റെ സ്കോറാണ് അവിടെ പരിഗണിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഈ പറയുന്ന BTech MBAയിൽ MBAയുടെ ബിസിനസ് പേപ്പറും കമ്പ്യൂട്ടർ സയൻസ് അതിൻ്റെയൊക്കെ സ്കോറും നോക്കുന്നുണ്ട്. പിന്നെ സീൽ പ്രോഗ്രാം. അപ്പോൾ ഈ വർഷം ഒരു ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയാൻ അവിടെ സീലേ ഉള്ളൂ. സോഷ്യോ എക്കണോമിക്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലോ എന്ന് പറയുന്ന ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം. അപ്പോൾ പോണ്ടിച്ചേരിയിലും പാരീസിലുമായിട്ട് പഠിക്കാൻ പറ്റുന്ന പാരീസ് 1 യൂണിവേഴ്സിറ്റി ആയിട്ട് കൊളാബറേഷനിൽ ചെയ്യുന്നതാണ്. അതിന് ജനറൽ ടെസ്റ്റ് മതിയാവും. അതാണൊരു 5 വർഷത്തെ പ്രോഗ്രാം അതേ ഉള്ളൂ. ബാക്കി 4 വർഷം ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് പ്രോഗ്രാമുകൾ. അപ്പോൾ നമ്മൾ ഏതാണ്ട് 6 യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. JNUവും ജാമിയ മില്ലയും അലിഗഡും ഡൽഹി യൂണിവേഴ്സിറ്റിയും ഹൈദരാബാദും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വരെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് റാങ്കിൻ്റെ ഇത് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ റാങ്കിങ് തന്നെ കാണാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറഞ്ഞത്. അടുത്ത് നമുക്ക് തമിഴ്നാട്ടിലെ എവിടെയാണ് നമുക്ക് അടുത്ത യൂണിവേഴ്സിറ്റി? സെൻട്രൽ യൂണിവേഴ്സിറ്റി തരക്കേടില്ല. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആണ്. 5 ഇയർ പ്രോഗ്രാമാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് പറയത്തില്ല, കാരണം ഒരുപാട് പുതിയതൊന്നുമല്ല. എന്നാലും നല്ല രീതിയിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ട് അവിടെ. B.Ed പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുണ്ട്, MA പ്രോഗ്രാമുണ്ട്. അപ്പം നോർമലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഈ പ്രോഗ്രാമൊക്കെ അവിടെ ഉള്ളത്. പിന്നെ അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പ്രോഗ്രാംസ്, BA, BScയും LLBയും BCAയും BCom അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ്. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ എന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അലഹബാദ് യൂണിവേഴ്സിറ്റി. അവിടെ പ്രോഗ്രാമുകൾ ഒരുപാടുണ്ട്, വെറൈറ്റി പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ LLB അങ്ങനെയുള്ള വെറൈറ്റി പ്രോഗ്രാമുകൾ താല്പര്യമുള്ളവർ അങ്ങനെയുള്ളവർക്ക് BComലേക്ക് BCA, BBA അങ്ങനെ എല്ലാ പ്രോഗ്രാമും അവിടെ നമുക്ക് കാണാം. പിന്നെ വിശ്വഭാരതിയുണ്ട്. വിശ്വഭാരതിയിൽ മ്യൂസിക് താല്പര്യമുള്ളവർ, ഫൈൻ ആർട്സ് താല്പര്യമുള്ളവർ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ BTech അങ്ങനെ പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് വിശ്വഭാരതി നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ പണ്ട് പോലെ കേൾക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. പിന്നെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് ഇഫ്ലു ഉണ്ട്. ഇഫ്ലുവിൽ ജേർണലിസം ഉണ്ട്, ഫോറിൻ ലാംഗ്വേജസ് ഉണ്ട്. നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. BHU ഉണ്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. BHUവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ അഗ്രികൾച്ചർ പണ്ട് മുതലേ കുട്ടികൾ പോകുന്നതാണ്, ഇഷ്ടപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ BTech പ്രോഗ്രാംസ് ഉണ്ട്. BTech ഡയറി സയൻസ് ഉണ്ട്, ഡയറി ടെക്നോളജി വരുന്നുണ്ട്. BTech ഫുഡ് ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഫേമസ് പ്രോഗ്രാംസാണ്, എഡ്യൂക്കേഷൻ ഹബ്ബ് തന്നെ. അതെ. അപ്പോൾ അവിടെ എല്ലാ പ്രോഗ്രാമും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ പറയുന്ന സബ്ജക്റ്റുകൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഡൊമൈൻ സബ്ജക്റ്റ്, ഇപ്പോൾ അഗ്രികൾച്ചർ ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആകാം, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിലേക്ക് വരാം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ 2 നമ്മൾ പറഞ്ഞു. അത് കൂടാതെ BA പ്രോഗ്രാംസ്, BSc പ്രോഗ്രാംസ്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന നല്ലൊരു യൂണിവേഴ്സിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BHU നല്ലൊരു ഓപ്ഷൻ തന്നെ, അത് ലിസ്റ്റിനെ പെടുത്തും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഏറ്റവും നമ്മൾ ടോപ്പായിട്ടുള്ള ഇത്രയാണ് പറയാവുന്നത്. പിന്നെ കുറച്ച് ഇതിനിടയ്ക്ക് ICAR ഉണ്ട്. തീർച്ചയായിട്ടും, കാരണം ICAR അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടും അഗ്രികൾച്ചർ അതുപോലെ തന്നെ അവർക്കും ICARൻ്റെ കീഴിലും ഫുഡ് ടെക്നോളജി വരുന്നുണ്ട്, ഡയറി ടെക്നോളജി വരുന്നുണ്ട്, ഹോർട്ടിക്കൾച്ചർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, അതുപോലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ബയോടെക്നോളജി 11 പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ ICARും കൂടെ ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാം. കാരണം മാത്തമാറ്റിക്സ് ഇല്ലാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്യുകയും ചെയ്യാം. ഇനി തിരിച്ച് ബയോളജി ഇല്ലാതെ മാത്തമാറ്റിക്സ് ഉള്ളവർക്ക് വേണമെങ്കിൽ അഗ്രികൾച്ചർ കിട്ടണമെങ്കിലും PCM വെച്ചിട്ടാണെങ്കിലും നമുക്ക് ICAR സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഏതാണ്ട് 10ഓളം യൂണിവേഴ്സിറ്റികൾ 11ഓളം യൂണിവേഴ്സിറ്റികൾ നമ്മൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞു. ഇനി മാത്തമാറ്റിക്സിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ പറ്റുന്ന സ്പെഷ്യൽ കോഴ്സുകളെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഓരോ വർഷവും നമ്മൾ 2022, 23, 24 വരുമ്പോൾ പുതിയ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതും CUET വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അതെ. നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞു
കഴിഞ്ഞാൽ ഇപ്പോൾ ഇക്കണോമിക്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇക്കണോമിക്സിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഒന്ന് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് പൂനെ. അപ്പോൾ ഈ വർഷം മുതൽ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ BSc എക്കണോമിക്സ് അത് CUET നിന്നാണ് വരുന്നത്. അപ്പോൾ അതിന് എഴുതേണ്ടത് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും മാത്രമേ ഉള്ളൂ. അതാണ് പ്രത്യേകം പക്ഷേ പഠിക്കുന്നത് BSc ആണ്, BSc എക്കണോമിക്സ് ആണ്. അപ്പോൾ അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂർ ബേസ് ബാബ അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, അതും അവിടെയും നമ്മൾ എഴുതേണ്ട സബ്ജക്റ്റുകൾ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും മാത്രമാണ്. +2 മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണമെന്നേ ഉള്ളൂ. അപ്പം മിനിമം ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റിയും നോക്കണം, ഒപ്പം പരീക്ഷ എഴുതേണ്ടത് ഏതാണെന്ന് നോക്കണം. ഫേമസ് ആണ്. പിന്നെ പറയാവുന്നത് ജംഷഡ്പൂരുള്ള നേതാജി സുഭാഷ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, അവിടെ BSc അഗ്രികൾച്ചർ ഉണ്ട്, BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് ഉൾപ്പെടെ BBA, BCA ഇങ്ങനെയുള്ള പ്രോഗ്രാമെല്ലാം വരുന്നുണ്ട്. ഇതിനെല്ലാം വേണ്ടത് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും. അപ്പോൾ ഈ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ഒരുപക്ഷെ എല്ലാ കുട്ടികളും തന്നെ ഓപ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഇപ്പം മെയ് 5 നീറ്റ് എക്സാം നടക്കുന്നു, JEE മെയിൻ റിസൾട്ട് വരുന്നു, അതിനുശേഷം JEE അഡ്വാൻസ്ഡ് വരുന്നു. ഇതിനെല്ലാത്തിനും ശേഷം അവനവൻ്റെ കരിയർ ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ നമുക്കറിയാം. ജൂൺ ജൂലൈ മാസങ്ങളിലാണ്, ജൂൺ 30-നാണ് CUET റിസൾട്ട് വരുന്നത്. അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്കൊരു കരിയർ ഓപ്റ്റ് ചെയ്യാനായിട്ട് ധാരാളം അവസരങ്ങളാണ് ഇന്നൊരു കുട്ടിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പം മെഡിക്കലിനാണെങ്കിൽ ഇത്ര രൂപ, ഇത്രയും വലിയൊരു എമൗണ്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ടറിലാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് കിട്ടാതെ പോകുമല്ലോ, അങ്ങനെയുള്ളതൊന്നും ഇവിടെ എഫക്റ്റ് ഇല്ല. കാര്യം പറഞ്ഞാൽ പ്ലാൻ B എന്നോ പ്ലാൻ C എന്നൊന്നും പറയാവുന്നതിനൊക്കെ അപ്പുറത്തുള്ള സാധ്യതകളാണ് ഇന്ന് CUET-യിലൂടെ കിട്ടുന്നത്. പക്ഷേ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഈ പേപ്പറുകളെക്കുറിച്ചുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡൊമൈൻ സബ്ജക്റ്റുകളും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും എന്നുള്ളതും ഓർത്തിരിക്കുക. ടിസ്സിൽ സോഷ്യൽ വർക്കിനൊക്കെ ആണെങ്കിലും അവർ ഈ പറയുന്ന ജനറൽ ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ടിസ് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം BS സോഷ്യൽ വർക്കിലേക്കൊക്കെ പോകണമെങ്കിൽ. പിന്നെ സൈക്കോളജി, ഇതൊക്കെ കുട്ടികളിപ്പം സയൻസ് പഠിച്ച കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഇതൊക്കെ നല്ല യൂണിവേഴ്സിറ്റീസാണ്. പിന്നെ നമുക്ക് പറയാവുന്ന BTech പ്രോഗ്രാംസ് നമ്മുടെ പോണ്ടിച്ചേരി പറഞ്ഞു. അതുപോലെ തന്നെ NSUT-ൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റി. അവിടെ BTech പ്രോഗ്രാമുണ്ട്, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസും ഉണ്ട്, BTech ഉണ്ട്. അപ്പോൾ ഇനി BTech ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിലും അവർക്കും CUET വഴി നമ്മൾ മുന്നോട്ട് ചെല്ലും തോറും BTech പതുക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി വഴി ഈ CUET വഴി ആവുമെന്നാണ് തോന്നുന്നത്. കാരണം ഇന്ദിരാഗാന്ധി ഡൽഹി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഫോർ വിമൻ, അത് നല്ല റേറ്റിംഗുള്ള JEE മെയിൻ ബേസിൽ അഡ്മിഷൻ നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഡിപ്ലോമയ്ക്ക് ശേഷം വരുന്ന കുട്ടികൾ ഈ CUET വഴി വേണം അങ്ങോട്ടേക്ക് വരാനായിട്ട്. അപ്പം ആ രീതിയിൽ ഉള്ള മാറ്റങ്ങൾ ഈ വർഷം വന്നു കഴിഞ്ഞു. അത് മുന്നോട്ട് വരുമ്പോൾ CUET-ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരും എന്ന് തന്നെ നമുക്ക് ഒരു വൺ നേഷൻ വൺ എക്സാമിനേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് അനധിവിദൂരം അല്ലാതെ ഭാവിയിൽ തന്നെ അത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും നല്ല ഏറ്റവും അധികം സാധ്യതകൾ തന്നെയാണ് കാണുന്നുണ്ട് അങ്ങനെ. കാരണം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് ഇത്രയധികം സാധ്യതകൾ ഒരുപക്ഷെ മറ്റൊരു എക്സാമിന് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടില്ല. എല്ലാത്തിനും എക്സാം ഉണ്ട്. ഇപ്പോൾ +2-ന് ശേഷം ഏത് മേഖലയിലോട്ട് പോകണമെങ്കിലും ഒരു പ്രവേശന പരീക്ഷയിലുള്ള മാത്രമേ പോകാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ +2-ന് പഠിച്ച സബ്ജക്റ്റുകൾ വെച്ച് 6 സബ്ജക്റ്റുകൾ വെച്ച് ഇത്രയധികം സാധ്യതകൾ, ലക്ഷക്കണക്കിന് ഡിഗ്രി സീറ്റുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമുക്കായിട്ടുള്ളത്. കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരള എന്നുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കേരളയിലുള്ള നമുക്ക് B.Ed ഇൻ്റഗ്രേറ്റഡ് 4-year B.Ed പ്രോഗ്രാംസ് ഉണ്ട്. B.Ed പ്രോഗ്രാംസ് BA B.Ed ഉണ്ട്, BSc B.Ed ഉണ്ട്, BCom B.Ed ഉണ്ട്. അത് കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിരിക്കുന്നതാണ്. അതുകൂടാതെ ഉള്ളത് BA-യുടെ ഒരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. PG പ്രോഗ്രാമാണ്, പൊളിറ്റിക്കൽ ഇൻ്റർനാഷണൽ റിലേഷൻ്റെ ഒരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കൂടുതലും PG പ്രോഗ്രാംസാണ്, PG ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കേരള അങ്ങ് മാറ്റി ബാക്കിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത്. സർ, CUET-ൽ ഇപ്പം ഏത് പ്രോഗ്രാമിൽ ചേരുന്നൊരു കുട്ടിയെ സംബന്ധിച്ചോളം അടുത്ത ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം അതിനുള്ള സാധ്യതകൾ ഒരു ബിരുദാനന്തര പഠനത്തിനോ അല്ലെങ്കിൽ ഒരു ജോലി സാധ്യത എന്നൊക്കെ പറയുന്നത് എത്രത്തോളം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും? ജോലി സാധ്യത നല്ല രീതിയിലുണ്ട്. നമ്മൾ വിചാരിക്കുന്നൊരു BA പ്രോഗ്രാം, അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ SRC ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിലൊരു BCom ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ച് അവിടെ ഈ BCom ചെയ്യുന്ന മിക്കവാറും എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പ്ലേസ്ഡാണ്. കൊമേഴ്സിൻ്റെ IIT എന്നാണ്
നോർത്തിലുള്ളവർ DU-ൽ അതിനെ വിളിക്കാറുള്ളത്. അപ്പോൾ അവിടെ ഒരു 30 ലക്ഷം വരെയുള്ള പാക്കേജ് കിട്ടിയ കുട്ടികളുണ്ട്. ഡിഗ്രി പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ അങ്ങനെയുള്ളവരുണ്ട്. അത് എണ്ണം കുറവാണ്, അങ്ങനെ ആ റേഞ്ച് കിട്ടിയവരുടെ. എങ്കിലും നമുക്കത് ഞാനൊന്ന് നോട്ട് ചെയ്ത് മാത്രമേ. അപ്പോൾ ഡൽഹിയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജുകളിൽ നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ പല കുട്ടികളും പ്ലേസ്മെൻ്റ് അല്ല, അതിനപ്പുറം ചിലർ സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടി മാറുന്ന കുട്ടികളുണ്ട്. UPSC എഴുതി അങ്ങനെ പോകുന്നു. പിന്നെ ഡിഫൻസിൻ്റെ എക്സാമിനേഷൻ എഴുതി SSBയുടെ അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. പിന്നെ അബ്രോഡ് സ്റ്റഡി, ഒരു നല്ല രീതിയിൽ എക്സ്പോഷർ കിട്ടിയ കുട്ടികളെ സംബന്ധിച്ച് അവർ ഹയർ സ്റ്റഡീസ് വിദേശത്ത് പോയി ചെയ്യാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും PG എല്ലാവരും കാരണം സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള സാധ്യതയുള്ളത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഒരു ലെവലിൽ CUET PG എഴുതി ഈ നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ അല്ലെങ്കിൽ കോളേജുകളിൽ വീണ്ടും PG ചെയ്ത് അതിൻ്റെ റിസർച്ചിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്ന കുട്ടികളുണ്ട്. കാരണം നമുക്കറിയാം രാജ്യത്തെ തന്നെ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. CUET എഴുതുന്നത് നീറ്റ് എഴുതുന്നതിലും കൂടുതൽ കുട്ടികൾ CUET ഏതായാലും എഴുതും. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ്. ഏറ്റവും അധികം കുട്ടികൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു സെലക്ഷൻ വരുമ്പോൾ അവർ ഏറ്റവും നല്ല കോളേജുകളിൽ വരുന്ന കുട്ടികൾ രാജ്യത്തിൻ്റെ തന്നെ ക്രീമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പ്ലേസ്മെൻറ്റ് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് പ്ലേസ്മെൻറ്റിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഹയർ സ്റ്റഡീസാണ് ഫോക്കസ് ചെയ്യുമല്ലോ, പലരും ഹയർ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു 3 ഇയർ ഒക്കെ അല്ലേ ആയിട്ടുള്ളൂ. പിന്നെ ഹൈദരാബാദിലൊക്കെ ആണെങ്കിൽ 5 ഇയർ കഴിയുമ്പോൾ തന്നെ പ്ലേസ്മെൻറ്റ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ അങ്ങനെയും പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. 3 ഇയറിന് ശേഷം കൂടുതലും ഹയർ സ്റ്റഡീസാണ് കുട്ടികൾ ഓപ്റ്റ് ചെയ്യാറ്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും ആയിരിക്കില്ലേ യൂണിവേഴ്സിറ്റികളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. കാരണം അതൊരു അട്രാക്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ചിലവ്, അതായത് പഠന ചിലവെന്ന് പറയുന്നതും എപ്പോഴും ഏറ്റവും മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു പഠന ചിലവേ നമുക്ക് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാവുകയുള്ളൂ. ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും ഒരു അതിഭീകര ചിലവിലൂടെ നമുക്ക് പോകില്ല. അതിനൊക്കെ അപ്പുറത്ത് ധാരാളം അല്ലാതെ നോർമൽ ഫീസുള്ള യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ആ 10 കോളേജിനകത്തെല്ലാം നോർമൽ ഫീസുള്ള കോളേജുകൾ തന്നെ, യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതും. അപ്പം മലയാളികളെ സംബന്ധിച്ചോളം, കാരണം പ്രത്യേകിച്ചും ബ്രില്യൻറ്റിൽ ബ്രില്യൻറ്റ് പോലെ പഠിക്കുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചോളം, കാരണം +1 +2 നമ്മൾ വളരെ നന്നായിട്ട് തിയറി പഠിച്ചു. അതിനുശേഷം അതിനകത്ത് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സിൽ നമ്മൾ NCERT ബേസിൽ നിന്നുകൊണ്ട് സെക്കൻഡ് ഇയറിൻ്റെ ടോപ്പിക്കിൽ ഇത്രയധികം പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്ത ഒരാളെ സംബന്ധിച്ചോളം CUETയിലൂടെ ഒരു നല്ല പ്രോഗ്രാം അല്ലെ നല്ലൊരു യൂണിവേഴ്സിറ്റി എത്തിപ്പെടാനായിട്ട് വലിയ സാധ്യതകളാണുള്ളത്. അതുകൊണ്ട് 2024-25 അധ്യയന വർഷത്തിൽ എവിടെ ഞാൻ ചേരണം എന്നുള്ളൊരു സംശയത്തിന് ഇട നൽകാതെ CUETയിൽ നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ജനറൽ ടെസ്റ്റും സെലക്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം യൂണിവേഴ്സിറ്റികൾ നമ്മൾ സാറ് ഷെയർ ചെയ്യുന്നു. ഏതാണ്ട് 15ഓളം യൂണിവേഴ്സിറ്റികൾ സാറ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ CUET അപ്ലൈ ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സിംഗിളായിട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റിയിലും സെപ്പറേറ്റ് ചെയ്യണം. ഡൽഹി യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്, ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി. ബാക്കി ജൂൺ 30 CUET റിസൾട്ട് വന്നതിന് ശേഷം അവിടെ നമുക്ക് വീണ്ടും കോളേജുകളും കോഴ്സുകളും ഓപ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്താത്ത യൂണിവേഴ്സിറ്റികൾക്ക് പോലും നമുക്ക് വേണമെങ്കിൽ ജൂൺ 30 ശേഷം നമുക്ക് ഈ പരീക്ഷകൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പം അടുത്ത അധ്യയന വർഷത്തിൽ ഓരോ കുട്ടിക്കും ഏറ്റവും അഭിരുചിയുള്ള, ഏറ്റവും പാഷനായിട്ടുള്ള കോഴ്സ് പഠിക്കുന്നതിലായിരിക്കട്ടെ ശ്രദ്ധ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങേണ്ടത് മെയ് 15 മുതൽ മെയ് 31 വരെയുള്ള CUET എക്സാമിലൂടെ നമുക്ക് സാധിക്കും. അതിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഏത് സബ്ജക്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് അത് ഓഫ്ലൈനായിട്ട് OMR ഉപയോഗിച്ച് ഒരൊറ്റ ദിവസമായിട്ട് നടത്താനുള്ള സാധ്യതയും നമുക്ക് മുമ്പിലുണ്ട്. ഒരുപക്ഷെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ഓഫ്ലൈനായിട്ട് നടക്കാനുള്ള സാധ്യത, ജനറൽ ടെസ്റ്റും അങ്ങനെ വരാം. അതെ, ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ഓഫ്ലൈനായിട്ട് OMR ഉപയോഗിച്ച് നടക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു സാധ്യതകൾ തന്നെയാണ്. ജോബി സാറ് നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ക്രീമായിട്ടുള്ള സ്റ്റുഡൻസ് എഴുതുന്ന CUET, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളെക്കുറിച്ചും അവരുടെ കരിയറിനെക്കുറിച്ചും. അപ്പം നമ്മൾ ഒരു ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു PG പഠിച്ചു കഴിഞ്ഞാലും അതുപോലുള്ള ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള പല സ്ഥാപനങ്ങളിലും നമുക്ക് നേരിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള സാധ്യതകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി CUETക്ക്
ഇപ്പം 26-ാം തീയതി വരെയാണ് നമുക്ക് അതിനകത്ത് അപേക്ഷിക്കാനുള്ള സമയം. ഇനി ആരെങ്കിലും ഓൾറെഡി അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയധികം സബ്ജക്റ്റുകൾ വെച്ചിട്ടില്ല, ഇത്രയധികം യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 27-ാം തീയതി മുതൽ 1 ടൈം കറക്ഷൻ ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾ ആഡ് ചെയ്യുകയും ഡൊമൈൻ സബ്ജക്റ്റുകൾ ആഡ് ചെയ്യുകയും ഇംഗ്ലീഷോ ജനറൽ ടെസ്റ്റോ ഒക്കെ ആഡ് ചെയ്യുകയും ബാക്കിയുള്ള ഫീസൊക്കെ അടയ്ക്കാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർക്ക് 27-ാം തീയതിയിലത്തെ 1 ടൈം കറക്ഷനിലും, അല്ലെങ്കിൽ ഇനി അപേക്ഷിക്കാനുള്ളവർക്ക് മാർച്ച് 26-ാം തീയതി വരെയും CUETയുടെ വെബ്സൈറ്റ് വഴി exams.nda.ac.in/CUET-UG എന്ന വെബ്സൈറ്റ് വഴി ഈ പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. വലിയ സ്വപ്നങ്ങളും വലിയധികം സാധ്യതകളുമാണ് CUET നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഇത് നമുക്ക് നൽകിയ ജോബി സാറിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.